ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുറേ തവണ നെറ്റിൻ്റെ പലപ്പോഴും ലൈവ് ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നൽകാമെന്ന രീതിയിലാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺസ് UGC നെറ്റിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കാണുന്നു. കട്ട് ഓഫ് വളരെയധികം ഉയരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കട്ട് ഓഫിലേക്ക് പോകുന്നത്? നമ്മളിനി എങ്ങനെയാണ് അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നത്? നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു അനാലിസിസ് എന്ന രീതിയിലാണ് എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും എൻ്റെ ഒരു അനാലിസിസിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള PYQs ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിഫിക്കൽട്ടി ലെവലും മറ്റുമൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പാറ്റേണിലുണ്ടായ ചേഞ്ചസുകൾ, ഡിഫിക്കൽട്ട് ലെവലുണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ട്. സോ നിങ്ങളെല്ലാവരും തന്നെയും അടുത്ത 2025 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2025 ഡിസംബറിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാം. സോ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു 2024 മുതൽ കൂട്ടിക്കോ, 2023 ഡിസംബർ മുതൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡിസംബർ മുതൽ, അല്ലെങ്കിൽ 2024 ജൂൺ, 2024 ഡിസംബർ, 2025 ജൂൺ, ഇത്രയും ചോദ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്ക് തന്നെയുള്ള ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും UGC നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ നിലവാരം ഒരുപാട് കഠിനമായിക്കൊണ്ടിരിക്കുകയാണോ, എളുപ്പമാകുന്നുണ്ടോ എന്നുള്ളതാണെങ്കിൽ എൻ്റെ പേഴ്സണൽ സജഷൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കട്ട് ഓഫ് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്രാവശ്യം തന്നെ 74% മാർക്കായിരുന്നു JRFന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 74%. 2018 കാലഘട്ടങ്ങൾ, 2018 ജൂൺ മാസമാണെങ്കിലും ഡിസംബർ മാസത്തിലേക്ക് ആ ഒരു JRFൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61, 62 ആ റേഞ്ചിലായിരുന്നു. 61, 62 ജനറൽ കാറ്റഗറിയിലെ JRFൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതേ JRF തന്നെയാണ് അന്നും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ നമ്പേഴ്സ് ഓഫ് JRF ആണ് അന്നും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ കട്ട് ഓഫ് 61, 62 ആണ്. പക്ഷേ ഇന്നത്തെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് 74, 75 ആ റേഞ്ചിലേക്കുള്ളൊരു കട്ട് ഓഫ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ് കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. വൈ? ബിക്കോസ് ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല UGC നെറ്റിൻ്റെ നിലവാരം കുറയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതല്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് അവർ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നെറ്റ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ടൊന്നും അവരൊരിക്കലും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യത്തില്ല. പക്ക സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ കേരള സെറ്റിൻ്റെ അത്രയൊന്നും ഒരിക്കലും എളുപ്പത്തിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വെക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ള നിലവാരം അവർ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ കുറച്ചും കൂടെ വളരെ കൂടുതലായിട്ടുള്ളൊരു ടഫ്നെസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടഫ്നെസ് കുറച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരിക്കലും അതൊരു ഈസി എക്സാം ആണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ 74 ഒന്നും അല്ലല്ലോ കട്ട് ഓഫ് വരേണ്ടത്. അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന മാർക്ക് കട്ട് ഓഫ് വരേണ്ടി വന്നേനെ. അപ്പം ഭയങ്കരമായിട്ട് ഒരു ഈസി ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ മുൻകാലഘട്ടങ്ങൾ നമ്മൾ 2022 ക്വസ്റ്റ്യൻസ്, 2020 ക്വസ്റ്റ്യൻസ്, 2018, 2019 ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ഒരു ഡിഫറെൻറ്റ് ലെവൽസിലേക്കാണ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് 2019, 2018, 2019. ഇപ്പോൾ 2019 എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നോക്കാം, കാരണം അന്നാണല്ലോ സിലബസ് നമുക്ക് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ വലിയൊരു ചേഞ്ച്, അത്യാവശ്യമായി ഡിഫിക്കൽട്ട് ലെവൽ അന്ന് കുറച്ച് കൂടുതലായിരുന്നു. ഇന്ന് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവൽ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് കുറച്ചും കൂടെ കൂടി വരുന്നത്. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് എഫേർട്ട് നമുക്ക് ഇടാമെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരീക്ഷയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. മുൻ കാലഘട്ടങ്ങളിൽ ചോദിച്ച പല ക്വസ്റ്റ്യൻസ് പോലെ അങ്ങനെ ഭയങ്കരമായിട്ടും നമുക്കൊട്ടുമേ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടീസ് ഒന്നും ഇപ്രാവശ്യങ്ങളിലില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം.
ഇനി ഈസി ആണെന്ന് ഞാൻ പറഞ്ഞു. ഈസി എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സിമ്പിൾ എന്ന രീതിയിലല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്. പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് എഫേർട്സ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത്. എനിക്കിനി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്, എവിടെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും എടുത്തു നോക്കുമ്പോൾ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻകാലഘട്ടങ്ങളിൽ, ഞാൻ മുൻകാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ മുമ്പൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ടോപ്പിക്കിന് ഇൻഡെപ്ത് ആയിട്ടൊരു UPSC ലെവൽ അനാലിസിസ് ആ രീതിയിലൊക്കെ ആയിരുന്നു. ഒരു UPSC ലെവൽ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ തന്നെയായിരുന്നു നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണും മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 2024 മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യം, കുറച്ചും കൂടെ കൂടുതൽ കോൺസെപ്റ്റുകൾക്ക് ഭയങ്കരമായൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയായിരുന്നു ഒരു 2009, 2010, 11, 12, 13, 14 ആ റേഞ്ചിലൊക്കെ ഇതേ ലെവൽ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് ആ ഒരു ലെവലിലേക്ക്, എന്നാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, കോൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഏത് കാര്യമാണ്, ഇപ്പോൾ അക്കൗണ്ടൻസിലാണെങ്കിൽ വാട്ട് ഇസ് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നാഫ്റ്റ, കണ്ടിന്യൂസ്ലി റെപ്പറ്റേറ്റീവായിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ നാഫ്റ്റ പോലെയൊക്കെയുള്ള ഭാഗങ്ങൾ. അപ്പം ആ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് തന്നെ അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾക്ക് അടിസ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, UGC നെറ്റ് എന്ന് പറയുന്ന നാഷണൽ ലെവലിൽ കോളേജ് അധ്യാപകരാകുവാൻ അല്ലെങ്കിൽ ഗവേഷണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എലിജിബിലിറ്റി പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UGCക്ക് വളരെയധികം നിർബന്ധമുള്ളൊരു കാര്യമാണ്, ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വിദ്യാർത്ഥിയെ കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കോൺസെപ്റ്റുകളിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ആ കോൺസെപ്റ്റുകൾ കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സ്കില്ല് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ കോൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും കോൺസെപ്റ്റുകൾ അടിസ്ഥാനപരമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. കുറേ അസംഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അതിൻ്റെ കുറേ അസംഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അവസാന അസംഷൻസ് എല്ലാം പഠിച്ചിട്ട് നിങ്ങളോടൊരു കുഞ്ഞു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ചെറിയ ഒരു 5ലോ അല്ലെങ്കിൽ 10ലോ പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ലാംഗ്വേജിൽ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയിരിക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ കൺവേർജൻസിനെ പറ്റിയിട്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ അത് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ കൃത്യമായ ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ കുറേ അസംഷൻസും കാര്യങ്ങളും ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ചിലപ്പോൾ ലക്കിൻ്റെ ബേസിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷേ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതലും ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ സിമ്പിളാണോ, ഭയങ്കര സിമ്പിളാണോ? ഇതിനുള്ള ഒരു ഉത്തരം തുടക്കത്തിലേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ടും സിമ്പിളാണെന്നോ അങ്ങ് വളരെ ഈസി ആണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്കൊന്നും അങ്ങനെ ഈസി ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു മോഡറേറ്റ് ഡിഫിക്കൽറ്റി ലെവൽ, ഒരു വെരി ഡിഫിക്കൽട്ട് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അത്യാവശ്യം കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്ന് കരുതിയിട്ട് 100ൽ 100 ക്വസ്റ്റ്യൻ ഉത്തരം ഇതുപോലെ സിമ്പിളാക്കി ഒന്നും ഒരിക്കലും വരത്തില്ല. അങ്ങനെ 100ൽ 100 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ നമുക്ക് അത്രയും മാർക്കിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ആ കട്ട് ഓഫിനുള്ളിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്കോർ ചെയ്ത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ചോദ്യങ്ങളും JRFന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് എന്ന് കരുതി ഞാൻ ഒരിക്കലും പറയില്ല ഇറ്റ്സ് എ വെരി വെരി ഈസി എക്സാം. ഞാൻ പറയില്ല, നിലവാരമുണ്ട്, ഡിഫിക്കൽറ്റി ലെവലുണ്ട് തീർച്ചയായിട്ടും. ബട്ട് മുമ്പത്തേക്കാളും കുറച്ച് ഈസി ആയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പരീക്ഷ. അതിൻ്റെ ക്ലിയർ കട്ട് എക്സാമ്പിളാണ് കട്ട് ഓഫ് ഉയരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് വരികയുള്ളൂ. ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ കട്ട് ഓഫ് അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കട്ട് ഓഫിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ മറ്റൊരു ചോദ്യം എന്നോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ PYQസിനെ പറ്റിയിട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് PYQs എന്ന് പറയുന്നത് ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ.
PYQs പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ചില ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഇപ്രാവശ്യം മാർക്കറ്റ് മിയോപ്പിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് റെപ്പറ്റീവായിട്ട് വരുന്നതാണ്. നാഫ്റ്റയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് 2025 ജൂണിലുണ്ടായിരുന്നു, അത് റെപ്പറ്റീവായിട്ട് വരുന്നതാണ്. അങ്ങനെ റെപ്പറ്റീവായിട്ട് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതും ഒരുപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചുണ്ട് എക്സാക്ട് ദ തിങ് എക്സാക്ട്ലി ഒരു 90% സിമിലാരിറ്റി വരുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ്ലി അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിച്ച് കാണുന്നില്ല. അപ്പം എക്സാക്ട് ദ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നു എന്നതിനോട് എനിക്കൊരു ഒരു കൃത്യമായൊരു ധാരണ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് PYQs മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ്, ആ ഒരു കോൺസെപ്റ്റുകൾ ആവർത്തിക്കുന്നതിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ച് കാണുന്നുണ്ട്. റെപ്പറ്റീവായിട്ട് തന്നെ PYQസിലെ കോൺസെപ്റ്റുകൾ ആവർത്തിച്ച് തന്നെ ചോദിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ റെപ്പറ്റീഷൻസ് ഡെഫിനറ്റ്ലി അവിടെ വരുന്നുണ്ട് PYQസിൻ്റെ കാര്യം. അപ്പോൾ PYQ സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം അല്ല, നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ കിട്ടും. എസ്പെഷ്യലി എൻ്റെ പേഴ്സണൽ സജഷൻ PYQs നിങ്ങൾ ഡിസെൻഡിങ് ഓർഡറിൽ, ആ ഒരു ഡിസെൻഡിങ് ക്രൊണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ പോകാമെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. സ്റ്റാർട്ട് വിത്ത് 2025 ജൂൺ, ദെൻ 2024 ഡിസംബർ, അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു 2018 അങ്ങോട്ട് വരും, 2017 to 2018, 19 ആ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ നിലവാരം ഇപ്പം നമ്മൾ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ നിലവാരം കൂടുതലായിരിക്കും. ഒരു 2022 വരെയൊക്കെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് തോന്നും. ഇപ്പോൾ ഒരു 2018 to 2022 ഒക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊരു നിലവാരം ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. 23 അങ്ങനെയാണ്. 24 വരുമ്പോൾ 23 പിന്നെയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലിബറൽ ആകുന്നുണ്ട് 23 ഡിസംബറിലേക്ക് വരുമ്പോഴത്തേക്ക്. പക്ഷേ 24 ഒക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ PYQs നിങ്ങൾ സോൾവ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ഇന്ന ഡിഫിക്കൽട്ടി ലെവലാണെന്നോ ഡിഫിക്കൽട്ടി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് PYQs പരമാവധി സോൾവ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഡിസെൻഡിങ് ഓർഡറിൽ പോകുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. എസ്പെഷ്യലി 2019 ജൂൺ മാസം മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ, അതാണ് നിങ്ങളുടെ പുതിയ അപ്ഡേറ്റഡ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടൊന്ന് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രോബ്ലംസ് ഒക്കെ അധികമായിട്ട് ചോദിക്കുന്നുണ്ടോ, പ്രോബ്ലംസിൻ്റെ നിലവാരത്തെ പറ്റിയിട്ടൊക്കെയുള്ള ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. കൊമേഴ്സിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ പ്രോബ്ലത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ്, ഇപ്പം ഞാൻ പറയുന്നത് പ്രോബ്ലംസ് എന്ന് പറയുമ്പം എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് ഒരു തവണ പോലും ചോദിച്ച് അങ്ങനെ കാണാൻ സാധ്യതയില്ല. എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണും. നമ്മൾ അത്തരത്തിലുള്ള എക്സെപ്ഷണൽ കേസുകളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ, എസ്പെഷ്യലി ഇപ്പം ചോദിക്കുന്ന പ്രോബ്ലംസൊക്കെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസാണ്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത നമുക്ക് പരിചിതമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും പ്രോബ്ലംസ് ചോദിച്ച് കാണത്തില്ല, നിങ്ങൾക്കറിയാം. എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ നമ്മുടെ നോർമൽ പ്രോബ്ലം ഏരിയാസ് തന്നെയാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന് ഒബ്വിയസ്ലി കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. FMൽ നിന്നും ചോദിക്കുന്നുണ്ട്, പക്ഷേ FMൻ്റെ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് എസ്പെഷ്യലി പ്രോബിലിറ്റി പോലുള്ള ഭാഗത്തു നിന്ന് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അവർ കുറച്ചും കൂടെ ആ ഒരു മേഖലയിൽ കുറച്ചും കൂടെ കൂടുതൽ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് മാനേജറൽ എക്കണോമിക്സിലാണെങ്കിലും അങ്ങനെ പ്രോബ്ലം ചോദിക്കത്തില്ല എങ്കിൽ പോലും അത്യാവശ്യം പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട് റീസെൻറ്റ് ടൈമിൽ ഞാൻ നോക്കിയ സമയത്ത്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രോബ്ലം പേപ്പറായിട്ടുള്ള തീർച്ചയായും നമ്മുടെ അക്കൗണ്ടൻസി, അതിൽ എന്തായാലും ചോദ്യങ്ങൾ വരുമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രോബ്ലംസ് ചോദിക്കും, പക്ഷേ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദെൻ മാനേജ്മെൻറ്റിൽ പ്രോബ്ലംസ് വരില്ല, മാർക്കറ്റിങ്ങിൽ ബാങ്കിങ്ങിൽ ഇതൊന്നും വരാൻ സാധ്യതയില്ല, ലോ പേപ്പറിൽ വരാനായിട്ട് സാധ്യതയില്ല. പിന്നെ നമ്മുടെ ടാക്സിൽ പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്, അത്യാവശ്യം പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി ടാക്സിൽ കുറച്ച് ത്രഷ് ഹോൾഡ് ലിമിറ്റുകളുണ്ട്. എസ്പെഷ്യലി സാലറിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇത്ര വരെ എക്സംഷൻസ് ഉണ്ടായിരിക്കും. ഡിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി മൈനർ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി റെപ്പറ്റീവായിട്ട് വീണ്ടും ചോദിക്കുന്ന ഏരിയാസാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. ലെന്തി പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഞാൻ വാല്യൂ ചെയ്യുമ്പോൾ അത്രയും ലെന്തി ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. പക്ഷേ മുൻപത്തെ ഒരു 2022, 21 ആ റേഞ്ചിലൊക്കെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെപ്തായിട്ടുള്ള നമുക്ക് ഒരിക്കലും ഒരു മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയും ഡിഫിക്കൽട്ടീസ് ഇല്ല.
അത്യാവശ്യം ഒരു എഫേർട്ട് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റുകൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റീസെൻറ്റ് ടൈമിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ വളരെ അഡ്വാൻസ് ലെവലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ ഹാർമോണിക് മീനും അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. ആ ഒരു സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് ഇപ്പം ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഒരു വലിയ ഡിഫിക്കൽട്ടി ലെവലിൽ ഞാൻ പ്രോബ്ലത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 4 ഏരിയാസിലും റെപ്പറ്റേറ്റീവായിട്ട് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കോംപ്രഹെൻഷൻ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 2020 ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു കേസ് സ്റ്റഡീസൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ഒരു 2009, 2020 ആ ഒരു റേഞ്ചൊക്കെ വരും, 2021 ആ റേഞ്ചൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ ഇപ്പം 10 ചോദ്യങ്ങൾ കോംപ്രഹെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്. ഈസി ആയിട്ടുള്ള 10 ചോദ്യങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ആ ഒരു പാസേജ് ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഈസി ആയിട്ട് പാസേജിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന പ്രോബ്ലംസ് അല്ല, തിയറിയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു പാസേജിന് 5 തിയറി വീതം, മറ്റൊരു പാസേജിന് 5, അങ്ങനെ ആകെ മൊത്തം 10 റീഡിങ് കോംപ്രഹെൻഷൻ ഉണ്ട്. അത് വലിയ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആയിട്ട് എനിക്ക് തോന്നി. 2024 ക്വസ്റ്റ്യൻസ്, ജൂണിലെ ഡിസംബറിലെ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അതേപോലെ ജൂണിലെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കുറച്ച് സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് എഫേർട്ട് നമ്മൾ ഇടാമെങ്കിൽ, ഒന്ന് ശ്രദ്ധയോടുകൂടി വായിക്കാമെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് 10 മാർക്ക്, ഈസി ആയിട്ട് 10ൽ 10 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് റീഡിങ് കോംപ്രഹെൻഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. സോ ഒരു ഓവറോൾ ആയിട്ട് എനിക്ക് തോന്നുമ്പോൾ ഒരു എക്സാം പാറ്റേൺസിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പാറ്റേണിലൊന്നും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു കോൺസെപ്റ്റിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നു. അപ്പം നിങ്ങൾ സിലബസിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത്, ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ ആവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന PYQസിലൂടെ കടന്നു പോകാമെങ്കിൽ ആവർത്തിക്കുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ I+ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ് പഠിക്കേണ്ടത്, ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയും അതനുസരിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായ രീതിയിൽ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025 ഡിസംബർ മാസത്തെ നെറ്റ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.